आदिगौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ശ്രീ ഭഗവാനുവാച പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതൈർഗുണൈ അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. स एष यर्हि गुणेशभिविषज्यते अहं क्रियाविमूढात्मा कर्तास्मीत्यभिमन्यते। तेन संसारपदवीम् अवशोभ्येत्यनिर्वृतः प्रासङ्गिके कर्मदोषे सत् असत्मिश्रयोनिषु। अर्थे ह्यविद्यमानेऽपि संसृतिर्न निवर्तते ध्यायतो विषयानस्य स्वप्नेनर्थागमो यथा। अथा एवाशनैचित्तं प्रसक्तमसतां पथि भक्तियोगेन तीव्रेण विरक्त्या च नयेद्वशम्. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി വായിച്ചോട്ടെ. ബിജു പ്രഭുജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നിഗമകൽപതലോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 27 ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 1. ശ്രീ ഭഗവാൻ ഉവാച പ്രകൃതിസ്ഥസ്ഥാപി പുരുഷോ രാജ്യതേ പ്രകൃതൈർഗുണൈ അവികാരത കർത്തൃത്വ നിർഗുണത്യാജലാർക്കവത്. വിവർത്തനം. ദിവ്യോത്തമന പുരുഷനായ കപില ഭഗവാൻ തുടർന്നു, അപ്രകാരം ജീവസത്ത ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ
ബാധിതൻ ആകാതിരിക്കുമ്പോൾ അവൻ മാറ്റമില്ലാത്തവനും ഉടമസ്ഥത അവകാശപ്പെടാത്തവനുമാകയാൽ ഒരു ഭൗതിക ശരീരത്തിലാണ് വസിക്കുന്നത് എങ്കിൽ പോലും അവന് ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നു. സൂര്യൻ ജലത്തിലെ അതിൻ്റെ പ്രതിബിംബത്തിന് നിന്ന് അകന്നു നിൽക്കുന്നത് പോലെ. സ ഏഷായർഹി പ്രകൃതേർഗുണേഷഭി വിഷജ്യതേ അഹം ക്രിയാവിമൂഢാത്മാ കർത്താസ്മിത്യഭിമന്യതേ. ആത്മാവ് ഭൗതിക പ്രകൃതിയുടെയും മിഥ്യ അഹങ്കാരത്തിൻ്റെയും വശീകരണത്തിലായിരിക്കുമ്പോൾ ശരീരത്തെ ആത്മാവായി കരുതുകയും ഭൗതിക കർമ്മങ്ങളിൽ മുഴുകുകയും മിഥ്യ അഹങ്കാരത്തിൻ്റെ സ്വാധീനത്താൽ താനാണ് സകലതിൻ്റെയും ഉടമയെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. തേന സംസാരപദമീം അവശ്യോഫ്യത്യ നിർവൃതി പ്രാസംഗികൈ കർമ്മ ദോഷൈ സദാ സമിശ്രയോനിഷു. ഭൗതിക പ്രകൃതിയുടെ ഗുണരീതികളുമായുള്ള സഹവാസ നിമിത്തം ബദ്ധാത്മാവിന് ഉയർന്നതും താഴ്ന്നതുമായ വിഭിന്ന ജീവിവർഗങ്ങളായി ദേഹാന്തരപ്രാപ്തി നടത്തേണ്ടി വരുന്നു. ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുതൽ തേടാതെ തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നത് മൂലമാണ് അവൻ ഈ അവസ്ഥ സ്വീകരിക്കേണ്ടി വരുന്നത്. അർത്ഥേഹ വിദ്യമാനേപി സംസൃതിർ നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. വാസ്തവത്തിൽ ഒരു ജീവസത്ത ഭൗതിക അസ്തിത്വത്തിന് അതീന്ദ്രിയനാണെങ്കിലും ഭൗതിക പ്രകൃതിക്ക് മേൽ ഉടമസ്ഥത സ്ഥാപിക്കാനുള്ള അവൻ്റെ മനോഭാവം ഭൗതിക അസ്തിത്വത്തിലെ അവൻ്റെ ബദ്ധതയ്ക്ക് വിരാമം വരുത്താതിരിക്കുകയും ഒരു സ്വപ്നത്തിലെന്ന പോലെ അവൻ എല്ലാവിധ പ്രതികൂലങ്ങളാലും ബാധിതനായി തീരുകയും ചെയ്യുന്നു. അത് ഏവ ശനൈചിത്തം പ്രസക്തമസതാം പതി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച്ച നയേത്വശം. ഇപ്പോൾ ഭൗതിക ആസ്വാദനത്തിൽ ആസക്തമായിട്ടുള്ള തൻ്റെ കളങ്കപ്പെട്ട അവബോധത്തെ വൈരാഗ്യത്തോടെ വളരെ ഗൗരവമായി ഭക്തിയുത സേവനത്തിൽ മുഴുകിക്കേണ്ടത് ഓരോ ബദ്ധാത്മാവിൻ്റെയും ധർമ്മമാണ്. അപ്പോൾ അവൻ്റെ മനസ്സും അവബോധവും പൂർണ്ണമായും നിയന്ത്രണത്തിലാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭൗതിക പ്രകൃതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. കപില ഭഗവാൻ ഭൗതിക പ്രകൃതിയിലെ വ്യത്യസ്ത ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഈ ഘടകങ്ങൾ ക്രമമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കി. ഈ ഭൗതിക പ്രകൃതിയിൽ 24 ഘടകങ്ങളാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഭൗതിക 5 പഞ്ചഭൂതങ്ങൾ, അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, 5 ഭൗതിക വിഷയങ്ങൾ. ഇങ്ങനെ 24 ഘടകങ്ങളാണ് ഈ ഭൗതിക പ്രകൃതിയിലുള്ളത്. അതെങ്ങനെയാണ് ക്രമമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഭഗവാന്റെ ശക്തിയായിട്ടുള്ള പ്രധാനയിൽ നിന്നാണ് എല്ലാ ഭൗതിക ഘടകങ്ങളും ആവിർഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈ ഭൗതിക ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ഭഗവാൻ ഭക്തിയോഗം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ദേവഹൂതിക്ക് ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകി. തസ്മിൻ പ്രത്യേകാത്മാനം ധിയാ യോഗ പ്രവൃത്തിയ ഭക്ത്യാ വിരക്ത്യാജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേ. വിരാട് പുരുഷന്റെ ഉദാഹരണം സഹിതം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വിരാട് പുരുഷനിൽ പരമാത്മരൂപത്തിൽ ഭഗവാൻ പ്രവേശിക്കുന്നത് വരെ വിരാട് പുരുഷൻ ഉണർന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരമാത്മാവുമായിട്ട് ബന്ധപ്പെടാതെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനുമായിട്ട് ബന്ധപ്പെടാതെ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ സഫലമാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ യഥാർത്ഥമാകുന്നില്ല. അതെല്ലാം ഉറക്കത്തിലുള്ള പ്രവർത്തനമാണ്.
ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു ജീവാത്മാവിന്റെ ഉറക്കത്തിലുള്ള, നിദ്രയിലുള്ള പ്രവർത്തനമാണ്. അതിനെ സഹായിക്കുന്ന വ്യത്യസ്ത ദേവതമാരുണ്ട്. നമ്മൾ മനസ്സിലാക്കി, ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ദേവതമാരുണ്ട്. അപ്പോൾ ഇന്ദ്രിയ പ്രവർത്തനമെല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ജീവാത്മാവിന്റെ പ്രവർത്തനമല്ല എന്ന് വിരാട് പുരുഷന്റെ ഉദാഹരണ സഹിതം ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ജീവാത്മാവിന്റെ പ്രവർത്തനം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തമസ്മിൻ പ്രത്യേകാത്മാനം ധിയ യോഗ പ്രവൃത്തിയ. യോഗം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ജീവാത്മാവിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന. ഭക്തിയോഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കുന്നത്. ആ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ ലഭിക്കുന്ന ഫലങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭക്ത്യ വിരക്ത്യ ജ്ഞാനേന. ഭക്തിയിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ നമ്മൾക്ക് വിരക്തിയും ജ്ഞാനവും ഉണ്ടാകും. ഭൗതിക പ്രകൃതിയുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾക്ക് ജീവിക്കാൻ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകും. പിന്നീട് നമുക്ക് ജ്ഞാനവും ഉണ്ടാകും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും, നമ്മളെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടാകും. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഭക്ത്യ വിരക്ത്യ ജ്ഞാനേന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത അധ്യായത്തിൽ, നമ്മൾ ഇപ്പോൾ വായിച്ചിട്ടുള്ള 27ാമത്തെ അധ്യായത്തിൽ, ഈ ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു ജീവാത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ആ ജീവാത്മാവിന് എങ്ങനെ ഇവിടെ നിന്നും രക്ഷ നേടാം, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ജീവാത്മാവിന് എങ്ങനെയാണ് പുറത്തു കടക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകം 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതേർ ഗുണേ അവികാരാത് അകൃതൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത് എന്ന് പറയുന്നു. കഴിഞ്ഞ അധ്യായത്തിലെ ശ്ലോകത്തിന്റെ ബാക്കി തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നിർഗുണത്വം, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോക്ഷമുണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു. അവികാരം അകൃതത്വ, വൈരാഗ്യം, ഈ ഭൗതിക പ്രകൃതിയോട് വൈരാഗ്യം, അതിനോടുള്ള ആസക്തി നഷ്ടപ്പെടുമെന്ന് പറയും. ആ അവസ്ഥയിലെ ജീവാത്മാവിന്റെ സ്ഥിതിയെക്കുറിച്ചാണ് ഈ 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജലാർക്കവത് എന്നാണ് ഒരു ഉദാഹരണം ഭഗവാൻ കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? മാംചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. തുടർച്ചയായിട്ട് നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഭൗതിക പ്രകൃതി ജീവാത്മാവിനെ ബാധിക്കാതെയാകും. ഭക്തിയിലേക്ക് പ്രവേശിക്കാത്തവരെയാണ് ഈ ഭൗതിക പ്രകൃതി ബുദ്ധിമുട്ടിക്കുന്നത്. തുടർച്ചയായിട്ട് ഭക്തി ചെയ്യുന്ന ഒരു ഭക്തനെ അല്ലെങ്കിൽ ജീവാത്മാവിനെ ഭൗതിക പ്രകൃതി ബാധിക്കാത്ത അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നു. ആ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവികാരം അകൃതത്വ നിർഗുണത്വ ജനാർക്ക. നിർഗുണത്വ, ഈ ഭൗതിക പ്രകൃതി പിന്നീട് ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് ജലാർക്കവത് എന്ന് പറയുന്നത്. സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് ആ ജലത്തിന്റെ ഇളക്കത്തിനനുസരിച്ച് ആ പ്രതിബിംബവും ഇളകുന്നതായിട്ടും മങ്ങുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ജലത്തിന്റെ ഇളക്കം ആ പ്രതിബിംബത്തിനെ ബാധിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെയാണ് ഒരു ജീവാത്മാവിനെ ഈ ഭൗതിക പ്രകൃതി ബാധിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനം അനുസരിച്ച് ജീവാത്മാവിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്.
പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ സൂര്യനെ ബാധിക്കുന്നില്ല. സൂര്യന്റെ പ്രതിബിംബത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ജലത്തിന്റെ ഇളക്കം സൂര്യന് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. സൂര്യൻ അത് അറിയുന്നത് പോലുമില്ല. അതേപോലെയാണ് ജീവാത്മാവിനെ യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രകൃതിയുടെ ഇളക്കങ്ങളൊന്നും വികാരങ്ങളൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ ആ നിർഗുണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ജീവാത്മാവിനെ ഈ ഭൗതിക പ്രകൃതിയുടെ വികാരങ്ങൾ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജലാർക്കവത്, ഏതുപോലെ ജലത്തിന്റെ ഇളക്കം സൂര്യനെ ബാധിക്കാത്തതുപോലെ സ്ഥിരമായിട്ട് നിൽക്കാൻ ജീവാത്മാവിന് സാധിക്കും. അത് ഭക്തിയോഗത്തിന്റെ ഒരു റിസൾട്ടാണ് എന്ന് പറയും. ബ്രഹ്മഭൂത അവസ്ഥ എന്നും ഭഗവത്ഗീതയിൽ ഈ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മാംസേ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ആ ബ്രഹ്മഭൂയ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതി പിന്നെ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. അവികാരത്വാത് എന്നും പറയുന്നുണ്ട്. ശ്രീലപ്രഭുപാദര് അവികാരം എന്നുള്ള വാക്കിനെ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. അവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവാത്മാവ് അവികാരാവസ്ഥയിലെത്തും. അവികാരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വികാരമൊന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെയല്ല. അവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത അവസ്ഥ എന്നാണ്. ആത്മീയ ലോകത്തിൽ ജീവാത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് ജീവാത്മാവ് വന്നതിനെയാണ് വികാരത്വം എന്ന് പറയുന്നത്. വികാരം, വഴിതെറ്റുക എന്നാണ് അർത്ഥം. വഴിതെറ്റി വന്നിട്ടുള്ളതാണ് ഈ ജീവാത്മാവ്. അങ്ങനെയുള്ള ജീവിതത്തിനെയാണ് വികാരത്വം എന്ന് പറയുന്നത്. വീണ്ടും തിരിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവികാരത്വമായി തിരിച്ച് യഥാർത്ഥ വഴിയിലേക്ക് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാന്റെ സേവനത്തിൽ ആ ജീവാത്മാവിന് നിലനിൽക്കാൻ സാധിക്കും. ഭൗതിക പ്രകൃതിയിൽ നിന്ന് നേടിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ജീവാത്മാവിന് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അവികാരത്വം എന്ന് പറയുന്നത്. മാറ്റമില്ലാതെ തുടർച്ചയായിട്ട് ഭക്തി ചെയ്യാൻ സാധിക്കും. ആ അവികാരത്വ അവസ്ഥയിലെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. അതിനുശേഷമുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഈ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നിട്ടുള്ളത്, ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തില്. സയേഷയർഹി പ്രകൃതേർ ഗുണേഷഭി വിഷജ്ജതേ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യതേ. ഞാനാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ഉടമസ്ഥൻ, ഞാനാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ആസ്വാദകൻ എന്ന് വിചാരിച്ചത് മുതലാണ്, അങ്ങനെ വിചാരിച്ചു പോയത് കൊണ്ടാണ് ഈ ജീവാത്മാവിന് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരാൻ അവസരമുണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണമായത്. ഞാനാണ് ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്താവ്, ഞാനാണ് ഉടമസ്ഥൻ, ഞാനാണ് ഈ ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കേണ്ടവൻ. എന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക പ്രകൃതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ജീവാത്മാക്കളാണ് ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നു യഥാർത്ഥത്തിൽ ഭഗവാനാണ് ഈ പ്രകൃതിയുടെ ഉടമസ്ഥൻ, ഭഗവാനാണ് പ്രകൃതിയുടെ ആസ്വാദകൻ. അതും മറന്ന്, ഭഗവാനാണ് എന്നുള്ള കാര്യം മറന്ന് ഞാനാണ് എന്ന് ചിന്തിച്ചത് മുതൽ നമ്മൾ ഭൗതിക പ്രകൃതിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നു യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മറിച്ചത്. ഭഗവാൻ പറയുന്നു ഭഗവാനാണ് ഈ പ്രകൃതിയുടെ ഉടമസ്ഥൻ, ഭഗവാനാണ് ആസ്വാദകൻ. ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടി നടന്നിട്ടുള്ളത്. പക്ഷെ ഓരോ ജീവാത്മാവും, ഭൗതിക പ്രകൃതിയിലുള്ള ഓരോ ജീവാത്മാവും വിചാരിക്കുന്നു ഞാനാണ് ആസ്വാദകൻ, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക പ്രകൃതി നിലനിൽക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ തന്നെ നിലനിൽക്കേണ്ടി വരും എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭൗതിക പ്രകൃതിയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ജീവാത്മാവ് ഭൗതിക പ്രകൃതിയുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭൗതിക പ്രകൃതി ജീവാത്മാവിനെ 3 തരത്തിൽ ബാധിക്കുന്നു എന്ന് പറയും. സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ആ ഭൗതിക പ്രകൃതി ജീവാത്മാവിനെ ബാധിക്കുന്നു.
അങ്ങനെ ഏത് ഗുണവുമായിട്ടാണോ ജീവാത്മാവ് ബന്ധപ്പെടുന്നത് അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ആ ജീവാത്മാവിന് സ്വീകരിക്കേണ്ടി വരും എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പ്രാസംഗികൈ കർമ്മദോഷൈ തത് അസത് മിശ്രയോനിഷു. തത് അസത് മിശ്രയോനിഷു. സത്ത് എന്ന് പറയുന്നത് സാത്വികഗുണത്തിലുള്ള ശരീരങ്ങൾ, അസത്ത് എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ള ശരീരങ്ങൾ, മിശ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണത്തിലുള്ള ശരീരങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഒരു ജീവാത്മാവിന് എടുക്കേണ്ടി വരും എന്ന് പറയും. ഭഗവത്ഗീതയിലും ഇതേ കാര്യം പറയുന്നുണ്ട്. കാരണം ഗുണസങ്കോസ്യ സത് അസത് യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഈ ജീവാത്മാവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധപൂർവം അങ്ങനെ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നിർബന്ധം പൂർവം നമ്മൾ ഈ സംസാരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറയുന്നു. അതിനുശേഷം നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ ശരീരം എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവിന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറയുന്നു. ന നിവർത്തതേ അർത്ഥേ അർത്ഥേഹി അവിദ്യമാനേബി സംസൃതിർ ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അർത്ഥാഗമോ യഥാം. സ്വപ്നത്തിൽ പോലെയാണ്. യഥാർത്ഥത്തിൽ ജീവാത്മാവിനെ ഈ ഭൗതിക പ്രകൃതി ബാധിക്കുന്നില്ല. പക്ഷെ ഒരു സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നില്ലെങ്കിൽ പോലും താൽക്കാലികമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അതേപോലെ താൽക്കാലികമായിട്ട് ഈ ഭൗതിക പ്രകൃതി ജീവാത്മാവിനെ ബാധിച്ചു കൊണ്ടിരിക്കും എന്ന് പറയും. അർത്ഥേഹി അവിദ്യമാനേബി. അവിദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കാത്ത ശരീരങ്ങൾ. നിലനിൽക്കാത്ത ശരീരങ്ങൾ എടുത്ത് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ആ ജീവാത്മാവിന് സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. സംസൃതിർ ന നിവർത്തതേ. ഏതുവരെ സഞ്ചരിക്കേണ്ടി വരും? ധ്യായതോ വിഷയാനസ്യ സ്വപ്നേൻ അർത്ഥാഗമോ യഥം. എത്ര കാലം ഇങ്ങനെ ഈ ജീവശരീരങ്ങൾ എടുത്ത് സഞ്ചരിക്കണം? ധ്യായതോ വിഷയാനസ്യ. എത്ര കാലം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും നേടാം എന്ന് പ്രതീക്ഷിക്കുന്നു? ഭൗതിക പ്രകൃതിയിൽ നമ്മൾ എത്ര കാലം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നു, അത്രയും കാലം നമ്മൾ ഭൗതിക ശരീരങ്ങൾ എടുക്കേണ്ടി വരും. നമ്മൾക്ക് ഇനിയും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ഭൗതികമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇനിയും എന്തെങ്കിലും നേടാൻ ഈ ഭൗതിക പ്രകൃതിയിൽ ബാക്കിയുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത്രയും വീണ്ടും നമ്മൾക്ക് അത് നേടാനുള്ള ഒരു അവസരം ഈ ഭൗതിക പ്രകൃതി നൽകുകയാണ് ചെയ്യുന്നത്. വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, സങ്കല്പങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നിടത്തോളം കാലം, അത്രയും കാലം ഈ ഭൗതിക പ്രകൃതിയിൽ തന്നെ നമ്മൾക്ക് ചുറ്റി സഞ്ചരിക്കാം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട്, അഥയേവ ശനൈചിത്തം പ്രസക്തം അസതാം പതി. അങ്ങനെയുള്ള ജീവാത്മാവിനെ ഭഗവാൻ പറയുന്നത് അസതാം പതി എന്നാണ്. അസത്, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ ആസക്തിയുള്ള, താൽക്കാലിക കാര്യങ്ങളിൽ രമിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവാത്മാവ്. അങ്ങനെയുള്ള ജീവാത്മാവിനെയാണ് അസതാം പതി എന്ന് പറയുന്നത്. യഥാർത്ഥ വഴിയിലല്ല ജീവാത്മാവ് സഞ്ചരിക്കുന്നത്, അസത്തായിട്ടുള്ള പദമാണ്. യഥാർത്ഥ വഴി എന്താണ്? യഥാർത്ഥ വഴി ഭഗവാന്റെ സേവനമായിരുന്നു ആത്മീയ ലോകത്തിൽ. ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സേവനം ചെയ്ത് അനന്തപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ വഴി, അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം. ആ വഴി വിട്ട് തെറ്റായ മാർഗത്തിൽ വന്നിട്ടുള്ള ജീവാത്മാക്കളെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അസതാം പതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അർത്ഥേ അവിദ്യമാനേതി. ബുദ്ധി നഷ്ടപ്പെട്ട ജീവാത്മാക്കളാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. ഭഗവാന്റെ സേവനം മറന്നു വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രസക്താം അസതാം പതി, തെറ്റായിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുന്ന ജീവാത്മാവ്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തെ എത്ര വലിയ പുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ്?
അസതാം പദമാണ്. അല്ലെ, നമ്മൾ പറയും അദ്ദേഹം വലിയ മനുഷ്യനാണ്, വലിയ വലിയ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ എന്താണ് കാര്യം? ഭൗതിക പ്രകൃതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അസതാം പദമാണ്. നമ്മൾ വഴിതെറ്റി വന്നിട്ടുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി മറന്നിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഡ്യൂട്ടി ചെയ്യാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ അസതാം പതി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നു, ഈ തെറ്റായിട്ടുള്ള വഴിയിൽ നിന്ന് മാറി യഥാർത്ഥ വഴിയിലേക്ക് പോകണമെങ്കിൽ ഉള്ള ഒരേ ഒരു മാർഗം ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണ്? 5ാമത്തെ ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്, ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച്ച നയേദ്വശ. തീവ്രമായിട്ടുള്ള ഭക്തി, തുടർച്ചയായിട്ട് തീവ്രമായിട്ടുള്ള ഭക്തിയോഗം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ യഥാർത്ഥ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോഴാണ് നമ്മൾ സതാംപതിയായി മാറുന്നത്, യഥാർത്ഥ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് മാറുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് സഞ്ചരിക്കുന്നിടത്തോളം കാലം ആ ജീവാത്മാവിനെ ഭഗവാൻ വിളിക്കുന്നത് അസതാംപതി എന്നാണ്, വഴി തെറ്റി വന്നിട്ടുള്ള ജീവാത്മാക്കൾ എന്നാണ്. എത്ര വലിയ നല്ല രീതിയിൽ എന്ന് ആളുകൾ പറയുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ അതെല്ലാം എന്താണ്? അസതാംപതിയാണ്. കാരണം അസത്തായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നിലനിൽപ്പില്ലാത്ത താൽക്കാലികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ജീവാത്മാവിനെ അസതാംപതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പരിഹാരവും ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചു. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നും ഭഗവാൻ പറഞ്ഞു തന്നു. ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച്ച നയേദ്വശം. തീവ്രമായിട്ടുള്ള ഭക്തി, ഭഗവാനെ തിരിച്ചു കിട്ടണം, ഭഗവാനെ നേടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അനന്യച്ഛേദ സതതം, ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത, അനന്യാച്ഛേദ സതതം യോമാൻ സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ. ഭഗവാനെ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടർച്ചയായിട്ട് ഭക്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ പൊസിഷനിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ സാധിക്കുമെന്നിവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. ഭഗവാൻ തീവ്രമായിട്ടുള്ള ഭക്തിയോഗമാണ് മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് നിർദ്ദേശിക്കുന്നത്. നമുക്ക് അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ തലങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, ആരാണ് ജപിക്കുന്നത്? ഹരേ കൃഷ്ണ. സുഗുണ മാതാജി ഇല്ല തോന്നുന്നു. സിന്ധു മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ